നമസ്കാരം. ഇത്തി വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദിനൻ അഖിൽ. കിഴിയൂർ നിവേദിത വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് ഇത്തി ഹൈസ്കൂൾ റിട്ടയർഡ് പ്രഥമാധ്യാപകൻ എം. ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും എത്തിച്ചാൽ സന്തോഷമില്ലേ? എന്താ സന്തോഷം ഉണ്ടാകാൻ കാരണം, നമ്മളൊരു ജീവിതത്തിലെ അല്ലേ പ്രധാനപ്പെട്ട ഘട്ടം കടന്ന് നമ്മുടെ ഒരുപടി മുന്നിലേക്ക് പോയിരിക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവസാന ഘട്ടത്തിലെ 10ാം ക്ലാസ് അതുപോലെ +2 പരീക്ഷയിൽ വിജയം നേടിയിട്ട് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഉന്നത വിജയം അതുപോലെ കഷ്ടി വിജയം എന്നിങ്ങനെ വിജയത്തിന് തരംതിരിവൊന്നും അല്ലേ. വിജയം എന്ന് പറഞ്ഞാൽ എന്താ? വിജയം തന്നെയാണ്. വിജയത്തിനെ നിർവചിക്കുക വിജയം എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്കുണ്ട്, ഇങ്ങനെയുള്ള തരംതിരിവുകളോ ഒന്നും ഉണ്ടായിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ അസ്വസ്ഥതയാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെ അടിസ്ഥാന ഘടകമെന്നാണ് ആണോ? ഒന്നാമത്തെ ഒരു ഘടകം എന്നേ ഉള്ളൂ അല്ലെ. ഇനി ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ നമ്മൾ നേടാൻ പോവാണ്. വിജയം നേടാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ നേടിയിട്ടുള്ള ഈ വിജയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എങ്ങനെയാണ് വിജയം നേടാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് പിന്നിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമ്മുടെ ആദ്യത്തെ അക്ഷരം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോയത്. അതിനുശേഷം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വിദ്യാലയത്തിലേക്ക് കയറി അവിടെ നിന്നും ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ സഹായിക്കാനും നമുക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തരാനും വേണ്ടി ധാരാളം ഗുരുനാഥന്മാർ അല്ലേ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഗുരുനാഥന്മാരും അതുപോലെ നമ്മുടെ സഹപാഠികൾ, അതുപോലെ നമ്മൾ ഇങ്ങനെയാണ് പറയാം അല്ലേ. ആരിലൊന്ന് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ആരിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല. ഗുരുനാഥന്മാർ കാൽഭാഗം പഠിപ്പിച്ചു തരുന്നു. അതുപോലെ ശിഷ്യന്മാർ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് കാൽഭാഗം പഠിപ്പിച്ചു തരുന്നു. പിന്നെ കാൽഭാഗം നമ്മൾ സ്വയം പഠിച്ചെടുക്കണം അല്ലേ. മറ്റേ കാൽഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? അനുഭവത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും പഠിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മൾ ധാരാളം ഗുരുനാഥന്മാർ നമുക്ക് പലതരത്തിലുള്ള വിദ്യകൾ പറഞ്ഞു തന്നു. അപ്പോൾ അവരെയൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും നിങ്ങൾ സ്മരിക്കുക. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം എം. ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന നൈതിക പ്രമുഖ് പ്രമോദ് കുന്നാവ് മുഖ്യഭാഷണം നടത്തി. ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായിട്ടൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ സ്ട്രെങ്ത് ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? ഏതെങ്കിലും മനുഷ്യനും അങ്ങനെ ഇല്ലാത്ത സാധനം ഉണ്ടാവുമോ? എല്ലാവർക്കും ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. ആ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സാധനം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിക്ക് 24 മണിക്കൂറാണുള്ളത്. ഏത് മനുഷ്യനും അല്ലേ? 24 മണിക്കൂറല്ലേ? അതിലൊരു 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നു. കഴിച്ചിട്ട് എത്ര മണിക്കൂറുണ്ട്? 16 മണിക്കൂറുണ്ട് അല്ലേ? 16 മണിക്കൂറിൽ നിങ്ങൾക്കൊരു 14 മുതൽ 15 മണിക്കൂർ വരെ പോസിറ്റീവായി നിൽക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ പ്രപഞ്ചം, ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ഒരു 5 മണിക്കൂറൊക്കെ പോസിറ്റീവായി നിൽക്കുന്നവരുണ്ടോ? 16 മണിക്കൂറിൽ ഉണ്ടോ? 5 മണിക്കൂറൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ഇരിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 1 by 1 ആയിട്ട് ടെസ്റ്റ് ചെയ്ത് തരും. ഓരോ ആൾക്കാർക്കും ടെസ്റ്റ് ചെയ്ത് തരും എങ്ങനെയാണ് നമ്മുടെ ഓരോ മണിക്കൂറിലും നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് എന്നുള്ളത്. പോസിറ്റീവ് ഇമോഷൻ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം നല്ല നല്ല കാര്യങ്ങളായിരിക്കും. അതിന് തൈത്തിരീയോപനിഷത്ത് പറഞ്ഞിരിക്കുന്ന 7 അമൂല്യങ്ങളിൽ അമൂല്യങ്ങളായ മന്ത്രവും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 2ാമത്തെ സത്സംഗചാലനായിട്ടുള്ള അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന മാധവ സദാശിവ ഗോൾവൽക്കർ പറഞ്ഞിരിക്കുന്ന ഒരു മന്ത്രവും പറഞ്ഞുകൊണ്ട് ഞാൻ വൈകിട്ട് ചെയ്യാം. എൻ്റെ അമ്മമാരോട് സംസാരിക്കാം.
നിങ്ങൾ പഠിച്ച സാധനമാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം. എന്താ തൈത്തിരി 7 മന്ത്രം എല്ലാവരും ഇവിടെ പഠിച്ചവരല്ലേ? എന്താ മോനെ, എന്താ 7 മന്ത്രത്തിൽ ഒരു മന്ത്രം പറയൂ. എന്താണ് അറിയോ? ഒരു മന്ത്രം മറന്നുപോയോ? ഇവിടുന്ന് പോയപ്പോൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. ഏതാ 7 മന്ത്രം? ഓർമ്മയില്ല? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ചിലപ്പോൾ തൈത്തിരി ഉപേക്ഷിച്ചതെന്ന് അറിയാത്തോണ്ടായിരിക്കും. പറയട്ടെ, നമുക്കറിയില്ലേ? ഒന്നാമത്തെ മന്ത്രം സത്യം വധ എന്നുള്ളതാണ്. ഓർമ്മയില്ലേ? ഇപ്പം വന്നില്ലേ? ഇതായിരുന്നു അത്. ഏതിലെ മന്ത്രമാണ്? തൈത്തിരി ഉപനിഷത്തിലെ 7 മന്ത്രം. 8ാമത്തത് ഗുരുജി ഗോൾവാൾക്കർ നമുക്ക് തന്നിരിക്കുന്ന സാധനമാണ്. നമുക്ക് തന്നെയല്ല, ആ കാലഘട്ടത്തിലെ അമൂല്യങ്ങളിൽ അമൂല്യങ്ങളായ മന്ത്രമാണെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി മാധവ സദാശിവ ഗോൾവാൾക്കർ പറഞ്ഞു. ഈ ഒരു മന്ത്രവും കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? സത്യം വധ. രണ്ടാമത്തെ എന്താണ്? ധർമ്മം ചര. മൂന്നാമത്തെ എന്താണ്? സ്വാധ്യായാത്മ പ്രമദ. നാലാമത്തേത് മാതൃദേവോ ഭവ. അഞ്ചാമത്തേത് പിതൃദേവോ ഭവ. ആറാമത്തേത് ആചാര്യ ദേവോ ഭവ. പിന്നെ രാഷ്ട്രദേവോ ഭവ. രാഷ്ട്രദേവോ ഭവ എന്ന് പറയുന്ന മന്ത്രമാണ് ഗുരുജി ഗോൾവാൾക്കർ നമുക്ക് സംഭാവന ചെയ്തത്. 7 തൈത്തിരി ഉപനിഷത്ത് സാധനമാണ്. ജീവിതയാത്രയിൽ ഈ 7 അമൂല്യമായ മന്ത്രത്തിൻ്റെ കൂടെ 8ാമത്തേയും കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ജീവിതം ആനന്ദകരമായി മാറും, സന്തോഷകരമായി മാറും. അങ്ങനെ ആനന്ദകരമായി സന്തോഷകരമായി മാറുമ്പോൾ 24 മണിക്കൂറിനെ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കേണ്ടുന്നത് എന്നും പൗരാണിക ഭാരതം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 10 കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. പക്ഷെ ഞാൻ 10 കാര്യം പറയുന്നില്ല. പറയണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 1.5-2 മണിക്കൂർ ഇരിക്കണം. VA പ്രസന്നകുമാരി, K രാജലക്ഷ്മി, KM ഷാജ എന്നിവർ സംസാരിച്ചു.